ഒരു നാലാമത്തെ മാസമൊക്കെ ആവുന്ന സമയത്തൊക്കെ എനിക്ക് ക്ലീനിങ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും കോസ്റ്റ് ഡിഫറന്റ് ആയിരിക്കും. സമയത്ത് എന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലിന്റെ ക്ലിപ്പിലിടാനുള്ള കോസ്റ്റും അവിടെ തീരുവാണ് ചെയ്തത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോ എന്റെ ടോട്ടൽ കോസ്റ്റ്, അതായത് ഞാൻ ഈ പല്ലിൽ ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് 12,000 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഓരോ അപ്പോയിന്റ്മെന്റ്സ് പോകുന്ന സമയത്ത്, അതായത് 1 മന്ത് ഗ്യാപ്പ് വെച്ചിട്ടാണ് എനിക്ക് ഓരോ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ സമയവും ഞാൻ 500 rupees കൊടുത്തിട്ട് അങ്ങനെ 12,000 ആവുന്ന സമയത്ത് എന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലിന്റെ ക്ലിപ്പിലിടാനുള്ള കോസ്റ്റും അവിടെ തീരുവാണ് ചെയ്തത്. പക്ഷേ നമ്മൾ പല്ല് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണമായിരുന്നു. ഒരു നാലാമത്തെ മാസമൊക്കെ ആവുന്ന സമയത്തൊക്കെ എനിക്ക് ക്ലീനിങ്ങും ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിന് അറൌണ്ട് ഒരു 700-നുള്ളിലായിട്ടാണ് കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. പല്ല് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 പല്ലെടുക്കാൻ വേണ്ടിയിട്ട് 400ഉം പിന്നെയുള്ള ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് 200 വെച്ചിട്ടായിരുന്നു. അപ്പൊ ഓരോ പല്ലിനും 200 എന്നുള്ള രീതിയിലാണ് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ ഇത്രയും കോസ്റ്റ് ആണ് എനിക്ക് പല്ലിൽ ക്ലിപ്പ് ഇടാനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത്. ഓരോരുത്തരും കോസ്റ്റ് ഡിഫറന്റ് ആയിരിക്കും. എന്റെ വില്ലേജ് ഏരിയയിൽ ആയതുകൊണ്ടിട്ട് എനിക്ക് 12,000 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഡോക്ടറാണ്. പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് ഇപ്പൊ 2.5 years ആയിട്ടുണ്ട്. ക്ലിപ്പ് ഇട്ടതിന്റെ എല്ലാ പേയ്മെന്റ്സ് കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെയാണ് എന്റെ ഡോക്ടർ എന്റെ ഓരോ അപ്പോയിന്റ്മെന്റ്സും എടുക്കുന്നത് കേട്ടോ. എന്റെ അപ്പോയിന്റ്മെന്റ്സ് മിസ്സായിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പൊ മാക്സിമം ഞാൻ ഓരോ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങളും അപ്പോയിന്റ്മെന്റ്സിന് പോകുന്ന സമയത്ത് മാക്സിമം ഓരോ അപ്പോയിന്റ്മെന്റ്സ് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറൊന്നും കൊണ്ടല്ല, ഇൻ കേസ് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നെക്സ്റ്റ് മന്തെങ്കിലും പോകാൻ വേണ്ടി നോക്കും. ഓരോ ഫോളോ അപ്സും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാലാണ് ഡോക്ടർ അതനുസരിച്ച് നമ്മുടെ ഓരോ ട്രീറ്റ്മെന്റ്സിൽ ഇംപ്രൂവ്മെന്റ്സ് നോക്കിയിട്ട് നമുക്ക് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ മാക്സിമം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിലോ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.